ദിസ് മൂവി ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മൂവി ഓഫ് ദി 21st സെഞ്ചുറി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ മൂവിയിൽ ഒരു ആക്ടറിനെ എത്രത്തോളം ഒരു ക്യാരക്ടറിനെ ഡീപ്പായിട്ട് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഡീപ്പായിട്ട് അദ്ദേഹം ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. Say it louder. I've abandoned my child. I've abandoned my child. I've abandoned my boy. ഈ മൂവിയിലെ ആക്ടിങ്ങിന് ഡാനിയൽ ഡേ ലൂയിസിന് ഓസ്കർ കിട്ടിയിട്ടുണ്ട്. ഈ മൂവിയുടെ ഡയറക്ടറായ പോൾ തോമസ് ആൻഡേഴ്സനും ഈ വർഷമാണ് ഒരു ഓസ്കർ കിട്ടിയത്, വൺ ബാറ്റിൽ ആഫ്റ്റർ ദി അനദറിന്. ഈ മൂവി എത്രത്തോളം ഗ്രേറ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂവിയുടെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്ന ഡാനിയൽ ഡേ ലൂയിസിന്റെ ആക്ടിങ്. എക്സെപ്ഷണൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിൽ നിന്നും ബിയോണ്ട് ആയിട്ടുള്ള വേർഡ്സ് വെച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. ഒരാള് ഈസ് ഡ്രിവൺ ബൈ ഹിസ് അംബിഷൻ എന്ന് പറഞ്ഞാൽ പറ്റൂല, ഈസ് ഡ്രിവൺ ബൈ ആൻ ഒബ്സഷൻ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളൊരു റഷാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ആൻഡ് ഇൻ പെർസ്യൂട്ട് ഓഫ് ദിസ് സക്സസ്, അല്ലെങ്കിൽ ഈ ഒരു ഒബ്സഷൻ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര കിട്ടിയാലും അദ്ദേഹത്തിന് മതിയാവില്ല. ഒരു കൈൻഡ് ഓഫ് ഗ്രീഡ്, അത് എല്ലാ ഹ്യൂമനും ഉള്ളതാണ്. ഈ മൂവി കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഒബ്സഷന് പുറകെ പോകുമ്പോഴത്തേക്കും വാട്ട് വി റിയലി ലോസ്, റിലേഷൻഷിപ്സ്, നമ്മളുടെ ഉള്ളിലുള്ള വാല്യൂസ്, ഫാമിലി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പതിയെ ഇയാളിൽ നിന്ന് ഡിസ്കണക്ട് ആവുന്നതാണ് ഈ മൂവി കാണിക്കുന്നത്. സോ നിങ്ങൾ ഈ മൂവി കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ മൂവി റിലീസ് ആയത് 2007 ഈ മൂവിയുടെ പേര് ദേർ വിൽ ബി ബ്ലഡ് എന്നാണ്.